ഇവര് അവിടെ ഇന്റർവ്യൂ ചെയ്ത് വെച്ചാൽ അവിടെ ഇവനും ആ ജോലി തന്നെ ഇവനെ അവിടെ മലപ്പുറത്ത് നിർത്തി ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ അപ്പൊ ഇവനെ സ്നേഹിച്ചു അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു ഇവൻ രണ്ടാമത്തെ പെണ്ണായി അന്നേരം അത് ചൊല്ലി വഴക്കിട്ടായി പെണ്ണ് മരിച്ചത് പറഞ്ഞ മനസ്സിലായി മലപ്പുറംകാരനായി ഇവളെ സ്നേഹിച്ചത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഇന്റലിജന്റ് ബ്യൂറോ വിഭാഗത്തിൽപ്പെട്ട ഒരു പുള്ളിക്കാരിയുടെ മരണത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തോട് വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എല്ലാവർക്കും അറിയാലോ, 2 ദിവസം മുന്നെയാണ് സംഭവം നടക്കുന്നത്. പുള്ളിക്കാരി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സ്ഥിരമായുള്ള വഴി കൂടെ എല്ലാവരും പുള്ളി പോയിക്കൊണ്ടിരുന്നത്. ഇത് വഴി ഫോണിൽ സംസാരിച്ചുകൊണ്ട് വേറെ വഴിയെ റെയിൽവേ ട്രാക്കിനടുത്തൂടെയാണ് പുള്ളിക്കാരി വന്നത്. ട്രെയിൻ വരുന്നത് കണ്ട് ട്രെയിനിന്റെ മുന്നിൽ ചാടുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. മരിക്കുന്ന സമയത്ത് മേഘയുടെ പ്രായം വെറും 25 ആയിരുന്നു. സംഭവത്തെ തുടർന്ന് മേഘയുടെ അച്ഛനും അമ്മാവനും ഒക്കെ പോലീസിൽ പരാതി കൊടുത്തായിരുന്നു. അങ്ങനെ കേസ് അന്വേഷിച്ച പോലീസ് ആദ്യം എത്തിയ നിഗമനം എന്ന് പറയുന്നത് പ്രണയ നൈരാശ്യമായിരുന്നു. മേഘ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു മലപ്പുറം സ്വദേശിയായിട്ട് പ്രണയത്തിലായിരുന്നു. അയാൾ അവളെ വേണ്ട വേറൊരു പെണ്ണുമായിട്ട് കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ മേഘ ജീവനൊടുക്കാൻ നോക്കിയെന്നാണ് പോലീസുകാർ പറഞ്ഞത്. എന്നാൽ ഇതിനെല്ലാം പിന്നാലെ മേഘയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നു. എന്തായാലും അവർ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടു. ഇവർക്ക് ജോലി ഇവര് അവിടെ ഇന്റർവ്യൂ ചെയ്ത് വെച്ചാൽ അവിടെ ഇവനും ആ ജോലി തന്നെ ഇവനെ അവിടെ മലപ്പുറത്ത് നിർത്തി ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ അപ്പൊ ഇവനെ സ്നേഹിച്ചു അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചു ഇവൻ രണ്ടാമത്തെ പെണ്ണായി അന്നേരം അത് ചൊല്ലി വഴക്കിട്ടായി പെണ്ണ് മരിച്ചത്. പറഞ്ഞ മനസ്സിലായോ? അതാ പറഞ്ഞത് മലപ്പുറംകാരനായി ഇവളെ സ്നേഹിച്ചത്. ഇപ്പൊ കാര്യം പറഞ്ഞു ചെറുക്കനെ ഇപ്പൊ വേറൊരു പെണ്ണുമായിട്ട് സ്നേഹമായി. അല്ല ഇപ്പൊ ഫോൺ ട്രേസ് ചെയ്തോ? ഫോൺ കിട്ടണ്ടായോ? ഇതെങ്ങനെ ബേബി പറഞ്ഞു? ബേബി അറിഞ്ഞതിപ്പോ അറിയാവുന്ന കാര്യങ്ങൾ ഇവനുമായിട്ട് സ്നേഹമാണ്, അത് അറിയാവുന്നതും സംസാരിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫീസിലാക്കാൻ പറഞ്ഞ് അവനുമായിട്ട് സംസാരിച്ചപ്പോ അവൻ വേറെ ഒരു പെണ്ണുമായിട്ട് സ്നേഹമാണ്. പക്ഷെ അത് ഈ പെണ്ണിനെ അറിയത്തില്ലായിരുന്നു. മെന്നാൻ ഈ പെണ്ണിനോട് അത് പറഞ്ഞു, നീ നിന്നെ വേണ്ട, എനിക്ക് ഈ പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു. അന്നേരമായി പെണ്ണ് മതി. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം മനസ്സിലായോ? ആ പയ്യന് ഒരേ സമയം 2 പെൺകുട്ടികളുമായി പ്രണയം ഉണ്ടായിരുന്നു. മറ്റേ പെണ്ണ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നിയപ്പോൾ ഇവളെ നൈസായിട്ട് ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവൾ ജീവൻ ഒടുക്കിയതെന്നാണ് ഈ അമ്മ പറയുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. ഈ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണും മൂക്ക് മാത്രമല്ല, ബുദ്ധിയും വിവേകവും ഇല്ലാന്നും കൂടി മനസ്സിലായി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മേഘയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ആ പയ്യനിക്ക് ഇതിലും നല്ല ഒരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നു. കാര്യം അത്ര നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ മേഘ എന്ന് പറയുന്നത്. മാസം 1 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ട്. പെണ്ണിനെ കാണാനാണെങ്കിൽ അത്യാവശ്യം തരക്കേടും ഇല്ല. വേറെ വല്ല ആമ്പിള്ളാരായിരുന്നു ഈ പെണ്ണിനെ ഇട്ടിട്ട് പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പുറത്ത് ജീവൻ എടുക്കണമെങ്കിൽ അതിന് വിവേകമില്ലായ്മ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ആ ചെയ്ത ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ വെറും ഒരു ഫ്രോഡാണ്. കാര്യം ഒരേ സമയത്ത് 2 പെൺകുട്ടിയെ പ്രണയിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ശരിക്കും അവൻ അതിന് വേണ്ടത് തന്നെ കിട്ടണം. ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കാര്യം തന്റെ പ്രണയിക്കുന്ന അല്ലെ താൻ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് താങ്ങാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ശരിക്കും മേഘ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു. തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് അറിഞ്ഞ നിമിഷം അവനോട് ഗുഡ് ബൈയും പറഞ്ഞ് പോവുകയായിരുന്നു ചെയ്യേണ്ടത്. അതായിരുന്നു ഒരു നട്ടലുള്ള പെണ്ണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ജീവൻ എടുക്കുകയല്ല. ശരിക്കും ഞാൻ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല ഈ ഒരു സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് വാഗുണ്ട് എന്ത് വേണേലും പറയാം. ആ ട്രോമയിലൂടെ കടന്നുപോയവർക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുള്ളൂ. ശരിയാണ്, ഇത്രയും ട്രോമകളുടെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. പക്ഷെ നമ്മളൊക്കെ അതിജീവിച്ചേ പറ്റൂ. അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്കൊരു മോശം ദിവസമാണ് എങ്കിൽ നാളെയും നമുക്ക് അതുപോലെ ആയിരിക്കണമെന്ന് കരുതരുത്. കാര്യം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനെക്കാളും ബെറ്റർ ഒരു ലൈഫായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഇതിനേക്കാളും 10 ഇരട്ടി നല്ലൊരു ദിവസമായിരിക്കും നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ ആയിരിക്കും നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. എത്ര വലിയൊരു വിഡ്ഢിത്തമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പം മേഘ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനും കടന്നു പോകുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മേഘയ്ക്ക് ഇതിലും നല്ലൊരു അടിപൊളി ഒരു പയ്യനെ കിട്ടിയേനെ, ചിലപ്പം അടിപൊളി ലൈഫ് ആയിരുന്നേനെ. എന്തുകൊണ്ടും മേഘയ്ക്ക് അടിപൊളിയായിരുന്നേനെ. കാര്യം നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു സാലറി ഉണ്ട്, നല്ലൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛനും അമ്മയുടെ ഒറ്റ മോളാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പൊ നഷ്ടം ആർക്കാണ് സംഭവിച്ചത്? മേഘയ്ക്ക്, മേഘയുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം. മേഘ ആർക്ക് വേണ്ടിയാണോ ആത്മഹത്യ ചെയ്തത് അവന്റെ പാഠം നോക്കി പോകും, അത്രേ ഉള്ളൂ. ചിലപ്പോ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അവന്റെ പേരിൽ കേസ് എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചാള് ജയിലിൽ കിടന്ന് അവൻ ഇറങ്ങും, അത്രേ ഉള്ളൂ. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട വേറെ പെണ്ണിനെയും കെട്ടി അടിപൊളിയായിട്ട് ജീവിക്കുകയും ചെയ്യും. ശരിക്കും ആ മേഘയുടെ അച്ഛനും അമ്മയും ശിഷ്ടകാലം ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കേണ്ടി വരും.
ഒരു നിമിഷം ആ അച്ഛനെയും അമ്മേനെയും കുറിച്ച് ചിന്തിക്കാമായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, നടന്നത് നടന്നു. എന്തായാലും ഈ അമ്മയ്ക്ക് പറയാനുള്ള ബാക്കിയും കൂടെ കേട്ടോക്കാം. മലപ്പുറംകാരൻ അല്ല, ഇത് കേസിന്റെ ഡീറ്റെയിൽ എനിക്കാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അല്ല, എനിക്ക് ചോദിക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ കറക്റ്റ് വിവരം കറക്റ്റ് വിവരമല്ലേ അവര് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചെറുക്കൻ വേറെ ഒരു പെണ്ണിനെ സ്നേഹമുണ്ട്, ഈ പെണ്ണിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്നേഹിച്ചത്, പിന്നെ ഇവിടെ അല്ല വേറൊരുത്തെ സ്നേഹിക്കുന്നു. അന്നേരം അതറിഞ്ഞപ്പോ ഈ പെണ്ണിന് വിഷമമായി. അങ്ങനെ ഈ പെണ്ണ് ട്രെയിനിന്റെ ഈ തലവെച്ച് മരിക്കുന്നത്. ഫോണുമെല്ലാം ചെന്നി കയറി ഇപ്പൊ കേസ് എടുത്തോണ്ടിരിക്കുക. ഐതിക്കാര് തന്നെ അവനെതിരെ അവനിപ്പോ അകത്താക്കും. അവനെ വെളിയിൽ വിടത്തില്ല. നേരത്തെ ഇവരുടെ ഒരു മാളോട്ടാണ്, അവര് ഭയങ്കര ഇതുള്ള മനുഷ്യത്തിയാണ്. അവരിപ്പോ ഡൽഹിയിലോട്ട് സ്ഥലം മാറ്റമാണ്. അന്ന് ഒരു കൊച്ചു ഒരു തള്ളയുള്ള ഒരു പെണ്ണ് ഇതുപോലെ ഒരു സ്ഥലം സ്നേഹിച്ചിട്ട് അവനെന്തോ എടുത്തത്, പിന്നെ അവൻ പോയി വേറെ എടുത്ത് സ്നേഹിച്ചു. അന്നത്തെ ഈ പെണ്ണ് മരിക്കാൻ പറ്റുമ്പോൾ ഇവരുടെ ഓഫീസറിട്ട് എത്തുമ്പോൾ കാരണം പഠിച്ചു, നീ എന്തിനാണ് ഒരു കൊച്ചും പിന്നെ അവനെ കൊച്ചും നീ കൂടെ എന്തിനാണ് സ്നേഹിച്ചത്, എന്റെ ഭർത്താവ് ചെയ്യാൻ ചോദിച്ചു. അവനെ ഗൾഫിൽ നിന്ന് വരുത്തി ഭർത്താവിനെ ഇവിടെ പെരുമാറ്റം കൊണ്ട് പിന്നെ ഇവരെ ഒന്നിപ്പിച്ച് എല്ലാം താമസിപ്പിച്ച ഈ ഓഫീസറെ വിടുന്നത്. പക്ഷെ അവരെങ്ങ് നിർദ്ദേശിക്കില്ല. അവനെ അറിയാം, ബേബി ഓഫീസിൽ വന്നല്ല ജോയിൻ ചെയ്യുന്നത്. എയർപോർട്ടിലാ ജോലി. ഇവര് മലപ്പുറത്തുമാണ് ജോലി. രണ്ടുപേരും ഒരു സെക്ഷനാണ്. അവന് മലപ്പുറത്ത് അതോ മലപ്പുറംകാരന് ഇവിടെ എയർപോർട്ടിൽ ആക്കി. അപ്പോ ഈ പുള്ളിക്കാരി, അപ്പൊ ബേബി എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിയുടെ മകളുടെ പേരാണ്. ഈ മകൾ എന്ന് പറയുന്നത് ഈ മേഘയുടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. എന്തായാലും ഈ അമ്മ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം രണ്ടുപേരെ പ്രേമിച്ചു, ഒരാളെ ചതിച്ചു, മറ്റൊരാളെ പ്രേമിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇതിനെല്ലാം ശേഷം മേഘയുടെ അച്ഛന്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഇവര് ട്രെയിനിങ്ങിന് ജോധ്പൂരിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ട് ആ പയ്യൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ വിധത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞപ്പോൾ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തോ? എങ്ങനെയാണ്? വീട്ടുകാരുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു ലാൻഡ് ലൈൻ മാത്രമേ തന്നുള്ളൂ, അത് വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ പയ്യൻ പറയുമായിട്ട് ഇപ്പോൾ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യേണ്ട, അവരുമായിട്ട് ഇപ്പോൾ വേണ്ട എന്ന രീതിയിലാണ് പയ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടുകാരുമായിട്ട് ബന്ധമൊന്നുമില്ല. വിവാഹ കാര്യങ്ങൾ വരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പയ്യനെ എവിടെയുള്ള ആളാണ്? അങ്ങനെ മലപ്പുറം ജില്ലയിലെ അഡ്രസ് നമ്മുടെ കയ്യിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ഇതുള്ളതാണ്. അതുമായിട്ട് വിവാഹം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ അത് അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആഗ്രഹം. അല്ലാതെ പിന്നെ വേറെ നമുക്ക് എതിർപ്പൊന്നുമില്ല. അവരിപ്പോൾ ജോലി കിട്ടിയവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ പോയി നടക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. വീട്ടിൽ കൊണ്ടുപോകുന്നതിനോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടുകാർ വരിക ചെയ്യുക. അല്ലാതെ അത് വേണ്ട, കുറച്ച് കഴിയട്ടെ, അവന് പഠിക്കണം, പഠിച്ച് വേറെ ജോലിക്ക് പോകണം, അതിന് ശേഷം ആകാമെന്നും പറഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ് നമുക്ക് എതിർപ്പ്. എന്താണ് ഈ ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ട് പോകുന്നതാണ് പറഞ്ഞത്? അതെ. അത് ഈ സംഭവം വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത നിങ്ങൾ ആരോപിക്കുന്നുണ്ട്? വേറെ അങ്ങനെ ഫോൺ വിളിക്കുക, അവിടെ കൂട്ടുകാരികളെ വിളിച്ച് ആ റൂട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. വേറെ ആരുമായിട്ട് ഫോൺ വിളിക്കുന്നതായിട്ട് ഈ ഒരു ഫോൺ വിളിയാണ് കൂടുതൽ നമ്മൾ സംശയിക്കുന്നത്. അപ്പൊ എല്ലാരും ഒരേ സമയം വിരൽ ചൂണ്ടുന്നത് മേഘയുടെ കാമുകന്റെ നേർക്കാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അവനുമായിട്ട് തന്നെയാണ് അവസാനം മേഘ ഫോണിൽ സംസാരിച്ചതെന്ന് തന്നെയാണ്. ഇപ്പൊ അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. ഈ പയ്യന്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം പുറത്തു വിടുന്നത് അത്യാവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം പേരെ പ്രേമിച്ച് പറ്റിക്കുന്നവരെ ഇങ്ങനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതുപോലെ അവൻ നാണം കെടണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.